Hi everyone. In this section, we are going to study about ISO 9000, which is the second portion of the second module. ISO 9000 is basically a standard that every organization or every company or any product or any standard that a thing will get. So we can find what is ISO 9000 in detail. The ISO means International Standard Organization is basically an association of 60 countries. 60 countries are being associated in order to form this ISO. It is published a 9000 series, that is, they have published a 9000 series standard in 1987, in the year 1987. And basically, the standard specifies the guidelines for maintaining ക്വാളിറ്റി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ദിസ് പർട്ടിക്കുലർ ISO 9000 സ്റ്റാൻഡേർഡ്. സോ ബേസിക്കലി ഇറ്റ് അഡ്രസ്സസ് ദ ആസ്പെക്ട്സ് ദാറ്റ് ആർ ഓപ്പറേഷണൽ ആസ്പെക്ട് ആൻഡ് ഓർഗനൈസേഷണൽ ആസ്പെക്ട്. അതിൽ തന്നെ വരുന്നതാണ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതായത് ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ആണ് എന്ന് പറയാൻ അതിൽ കുറച്ച് ആസ്പെക്ട്സ് ആ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിൽ നമുക്ക് ISO സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റൂ. സോ ഇറ്റ് ബേസിക്കലി സ്പെസിഫൈസ് എ സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് ഫോർ ക്വാളിറ്റി പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്, കുറച്ച് പർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഫോക്കസ് ചെയ്യാൻ. You have the ISO 9000 standard series. There is 3 standard. One is 9001, 9002 and 9003. So ഈ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പോഴാണ്. വെൻ ദ പ്രോപ്പർ പ്രോസസ് ഇസ് ഫോളോഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആണെങ്കിലും എന്തെങ്കിലും ഹാർഡ്വെയർ റിലേറ്റഡ് ആണെങ്കിലും എംബഡഡ് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രൊഡക്ഷൻ്റെയും നമ്മൾ അതിൻ്റെ ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആർ ബൗണ്ട് ഓട്ടോമാറ്റിക്കലി എന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ദ ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആർ ബൗണ്ടഡ് ഓട്ടോമാറ്റിക്കലി. സോ ഫസ്റ്റ് വി ക്യാൻ ഡീൽ വാട്ട് ഈസ് ISO 9001. സോ ദിസ് സ്റ്റാൻഡേർഡ് ഇസ് അപ്ലൈഡ് ടു ഓർഗനൈസേഷൻസ്. അപ്പം ഈ 9001 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസിലാണ് കൊടുക്കുന്നത്. ഓർഗനൈസേഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ, പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സിൻ്റെ സർവീസ് ചെയ്യുമ്പോൾ ഈ സമയത്തൊക്കെയാണ് ദിസ് 9001 സ്റ്റാൻഡേർഡ് ഇസ് ഗിവൺ ടു ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. സോ മോസ്റ്റ് ഓഫ് ദ 9001 സ്റ്റാൻഡേർഡിൽ കൂടുതലും കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ ഒരു സിനാരിയോസിലാണ് ഇത് കൊടുക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കൊടുക്കുന്നത്. Then the next is ISO 9002 standard. This standard is basically given to organization, but still they are designing the products. They are not designing the products but only involved in the production. അപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞൊരു സാധനമാണ് അവർക്ക് കിട്ടുന്നത്. അവർ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ യു ഹാവ് എ കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അവർ ഇത്രയും കാറിൻ്റെ കുറേ പാർട്സ് കിട്ടുമ്പോൾ അവർ അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് കാർ ഉണ്ടാക്കുന്നു. ലൈക്ക് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ദ ഡിസൈൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൺ. എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ ആ മാനുഫാക്ചറിങ് യൂണിറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ നമുക്ക് 9002 സ്റ്റാൻഡേർഡാണ് ആപ്ലിക്കബിൾ. സോ ഇതേ കാര്യം തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം സോഫ്റ്റ്വെയർ ഓർഗനൈസേഷനിൽ ഡിസൈനും ഡെവലപ്മെൻറ്റും പ്രൊഡക്ഷനും എല്ലാം ഒരുമിച്ച് വരുന്നതാണ്. ബട്ട് ഈ കാർ മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറയുമ്പോൾ പ്രൊഡക്ഷൻ മാത്രമാണ് അവിടെ ഇൻവോൾവ് ആവുന്നത്. And the last standard in this series is 9003, which is applied to organization involved in installation and testing of the products. ഇനി പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടും അതിൻ്റെ പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ടുള്ള അത് മാത്രം ചെയ്യുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ടാവും. ആ ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന സ്റ്റാൻഡേർഡാണ് 9003 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ടിൽ ഡേറ്റ് യു ആർ ഹാവിങ് 9003 സ്റ്റാൻഡേർഡാണ് ആ സീരീസിൽ വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷൻ ഇതുവരെ ഇനിയൊന്നും വന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് അപ്കമിങ് സീരീസൊക്കെ വരാം. പുതിയ പുതിയ സ്റ്റാൻഡേർഡ്സും പുതിയ പുതിയ സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസും കൊണ്ടുവന്നിട്ട് ന്യൂ സീരീസ് മേ ഓർ മേ നോട്ട് കം. സോ ദിസ് ഈസ് എ ടൈം ലൈൻ. ISO 9001 ടൈം ലൈൻ എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് 1980 ടെക്നിക്കൽ കമ്മിറ്റി, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി തുടങ്ങി. ദെൻ 7 വർഷം 1987 ഫസ്റ്റ് എഡിഷൻ വന്നത്. ദെൻ 1994 ഇതിൻ്റെ ഒരു മൈനർ റിവിഷൻ ചെയ്തു.
2000 മൊത്തത്തിലൊരു മേജർ റിവിഷൻ ചെയ്തു, 2008 വീണ്ടും ഒരു മൈനർ റിവിഷൻ, 2015 ഇതിൻ്റെ ഒരു മേജർ റിവിഷൻ ചെയ്തു. സോ ജസ്റ്റ് ഒരു ടൈം ലൈനാണ്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഇത് ജസ്റ്റ് ഒരു ഫിഗറാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. കാരണം അവർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് ദേ ഹാവ് ഒബ്റ്റെയിൻ an ISO 9001 സ്റ്റാൻഡർഡൈസ്ഡ് സർട്ടിഫിക്കറ്റ്. So what is ISO 9000 for a software industry? A software industry എന്ന് പറയുമ്പോൾ it is basically only meant to develop a software, അല്ലെങ്കിൽ used for a software development. സോ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ISO 9000 ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസിൽ നമുക്ക് കൊടുക്കാം. സോ നമുക്ക് ISO 9000 തന്നെ 9001, 9002, 9003 ഇതൊക്കെ ഓരോ ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതിനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ടെർമിനോളജീസ് ഉണ്ട്. അത് വെച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരിക്കലും സോഫ്റ്റ്വെയർ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എത്രത്തോളം സോഫ്റ്റ്വെയർ എഫിഷ്യൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നും. അങ്ങനത്തെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും നമുക്ക് തൊടാൻ പറ്റില്ല. ഇപ്പോൾ ഹാർഡ്വെയർ ആണെങ്കിൽ ഇറ്റ് ഇസ് ടാഞ്ചിബിൾ, യു ക്യാൻ ടച്ച് ഇറ്റ്, യു ക്യാൻ ഫീൽ ഇറ്റ്. ബട്ട് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എത്രത്തോളം നിങ്ങളത് ഇൻവോൾവ് ആയി എന്നല്ലാണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റും അതൊന്നും നിങ്ങൾക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആയെന്നുള്ള അറിയാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമുക്കൊരു പ്രോഡക്റ്റ് പോലെ ഇങ്ങനെ എടുക്കുന്ന രീതിയിലൊരു, ഇപ്പം ഫോർ എക്സാമ്പിൾ യു ഹാവ് എ വാഷിംഗ് മെഷീൻ കുറേ എന്തൊക്കെയോ സെറ്റിംഗ് വെച്ചിട്ട് ഹാർഡ്വെയറും കുറച്ച് സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്തതാണ്. പിന്നെ മാനുഫാക്ചറിങ് സീരീസിൽ വരുമ്പോഴാണ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു തിങ് ആവുന്നത്. ബട്ട് സ്റ്റിൽ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അത് എത്രത്തോളം പാർഷ്യലി ഡെവലപ്ഡ് ആണോ അല്ലയോ നമുക്ക് ഫുള്ളി പറയാൻ പറ്റില്ല. സോ അതുപോലെ തന്നെയാണ് ദ റീസൺ ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദ ഡെവലപ്മെൻറ്റ് ഓഫ് അതർ പ്രോഡക്ട്സ്. നെക്സ്റ്റ് യു ഹാവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വേഴ്സസ് അതർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് തൊടാൻ പറ്റാത്ത ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കൺട്രോൾ ഈസ് ഡിഫിക്കൾട്ട് ആൻഡ് ഓൾസോ ദ മാനേജ്മെൻറ്റ് സൈഡ് അതൊക്കെ ഡിഫിക്കൾട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഹാർഡ്വെയർ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സാധനം അത് നമുക്ക് റസ്റ്റിംഗ് ആണ്, അത് റസ്റ്റ് ചെയ്ത റോഡ് മാറ്റണം, അങ്ങനെയൊക്കെ ഹാർഡ്വെയർ റിലേറ്റഡ് ലൈക്ക് എന്തെങ്കിലും കമ്പോണൻസ് ആണെങ്കിൽ കമ്പോണൻസ് കത്തിപ്പോയെങ്കിൽ, നശിച്ചു പോയെങ്കിൽ, വെയർ ആൻഡ് ടിയർ ആയെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മാറ്റി ഗുഡ് പെർഫോം ചെയ്യുന്ന മെഷീൻ വീണ്ടും ആക്കാം. ബട്ട് സോഫ്റ്റ്വെയർ ആകുമ്പം ലോങ് ലാസ്റ്റിംഗ് ആണ് താനും, ബട്ട് സ്റ്റിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് ഓൾവേസ് അണ്ടർ ഡെവലപ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ അതർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ എത്രത്തോളം ചെയ്തിട്ടുണ്ട്, എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാനും പറ്റും, നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡാറ്റയാണ്. എനിത്തിങ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ഡേറ്റ. നമ്മൾ ഇൻപുട്ട് എന്തെങ്കിലും ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം ഡാറ്റ വെച്ചിട്ട്, അപ്പോൾ ഡാറ്റയാണ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റിലെ റോ മെറ്റീരിയൽ. പക്ഷേ അതർ പ്രോഡക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം വലിയ റോ മെറ്റീരിയൽസ് ലൈക്ക് ഇപ്പം എന്തെങ്കിലും സ്ക്രാപ്സ്, ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആക്കാൻ നമുക്ക് എന്തൊക്കെ വേണം, വാഷിംഗ് മെഷീൻ്റെ ബോഡി വേണം, അയേൺ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ സ്ക്രാപ്സ് അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് ഗോസ് അണ്ടർ ദ റോ മെറ്റീരിയൽസ്. സോ അതിൻ്റെയൊക്കെ ലിസ്റ്റും നമുക്ക് എടുക്കാം. ബട്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻറ്റേർണലി വരുന്ന ഡാറ്റാസ് മാത്രമാണ്. So this is a basic difference, that a software is intangible, hardware is tangible, and depending upon and how to deal the control management and adine കാണാൻ പറ്റുമോ ഇല്ലയോ, ഇവാലുവേഷൻ, കംപ്ലീഷൻ, ഇതൊക്കെ ഡിഫിക്കൾട്ട് ആണ്. നെക്സ്റ്റ് ISO 9000 പാർട്ട് 3. സോ ഇവിടെ വരുന്നത് സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ISO 9000 ക്ലോസസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. സോ ബേസിക്കലി ഈ ISO 9000 ക്ലോസസ് പറയുന്നത് റോ മെറ്റീരിയൽസിൻ്റെ കൺട്രോളിൽ കൺസേൺഡ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമില്ല. സോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും വേറെ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിലും നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെയാണ് ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ഡിഫിക്കൽട്ടാണ്. സോ അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ISO 9000 തന്നെ ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയത്. ദാറ്റ് ഈസ് ദ പാർട്ട് 3, ISO 9000 പാർട്ട് 3. അത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലെ ISO സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം
ഇറക്കിയ ഒരു ഡോക്യുമെൻ്റാണ് ദാറ്റ് ഇസ് ISO 9000 പാർട്ട് 3. കാരണം റോ മെറ്റീരിയൽസും അതിൻ്റെ റെലവൻസും എങ്ങനെയാണെന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള വഴിയില്ല. അതുകൊണ്ട് വേറൊരു രീതിയിലുള്ള സർട്ടിഫിക്കേഷനാണ് ISO 9000 പാർട്ട് 3. So how it is beneficial and what are the benefits of ISO certification? ഒരു ഓർഗനൈസേഷൻ ISO സർട്ടിഫൈഡ് ആണ് എന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് NBA അക്രഡിറ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ NAAC അക്രഡിറ്റഡ് ആണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ്, ആ കോളേജ് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു കമ്പനി ISO സർട്ടിഫൈഡ് എന്ന് പറയുമ്പം ബാക്കിയുള്ള കമ്പനി ISO സർട്ടിഫൈഡ് അല്ലാത്ത കമ്പനിയിൽ നിന്ന് എ സ്റ്റെപ്പ് ഫോർവേഡ് ആണ് ISO certified company. So it helps what are the benefits to be followed. ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തന്നെ അതൊരു ബെനിഫിറ്റ് ആണ്. കാരണം അവരുടെ ISO സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ തന്നെ കസ്റ്റമേഴ്സിനൊരു കോൺഫിഡൻസ് ആണ്, അവരുടെ മാർക്കറ്റിങ്ങിനും അതിനൊക്കെ അവർക്ക് ഓക്കെയാണ്. ദെൻ നമ്മുടെ ഇനി എന്ത് പ്രോഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്താലും അത് ആ സർട്ടിഫിക്കറ്റിൻ്റെ അണ്ടറിലാണ് വരിക. സോ അതിലുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും ആ ഓർഗനൈസേഷൻ്റെ ഇൻവോൾവ്മെൻറ്റും അതൊക്കെ ഈ സർട്ടിഫിക്കേഷനിൽ വരും. സോ ആസ് എ റിസൾട്ട് യു ഷുഡ് ഹാവ് എ വെൽ ഡോക്യുമെൻറ്റഡ് സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പുതിയതായിട്ട് തുടങ്ങാൻ പോകുമ്പം അതിൽ ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോസസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഡോക്യുമെൻറ്റ്. ഇപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സിന് നമ്മളൊരു SRS ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ റിക്വയർമെൻറ്റ്സും അതല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള അതൊക്കെ തീരുന്ന ഒരു ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഡക്ഷൻ റൂൾസ് ഫോളോ ചെയ്യുന്നുള്ള ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് എഴുതണം. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുന്നേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഈ ISO basically it makes the development process more efficient and more focused and cost effective. അപ്പോൾ പ്രീവിയസ്ലി കുറേ പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഫോളോ ചെയ്യുന്ന അതേ സിനാരിയോ, അതേ സ്ട്രാറ്റജി തന്നെ സെയിം ഇവിടെയും ഫോളോ ചെയ്യാം. ആൻഡ് ഓൾസോ യു ക്യാൻ പോയിൻ്റ് അറ്റ് ദ വീക്ക് പോയിൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് റെക്കമെൻഡ് റെമഡിയൽ ആക്ഷൻ. സോ ചില ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ടീം വളരെ വീക്കായിരിക്കും, വളരെ സ്ലോ ആയിരിക്കും, ടൈം മാനേജ് ചെയ്യാൻ അറിയാത്ത ടീംസൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള റെമഡിയൽ ആക്ഷൻസ് ഒക്കെ ഈ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് വെച്ച് നമുക്ക് റീഡ് ചെയ്ത് സ്റ്റഡി ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ ഹൗ ടു ഗെറ്റ് ISO സർട്ടിഫിക്കേഷൻ. ഇനി ഇപ്പോൾ നമ്മൾ ISO സർട്ടിഫിക്കറ്റ് എന്താണെന്നൊക്കെ പഠിച്ചു, സ്റ്റാൻഡേർഡ്സ് എങ്ങനെയൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ISO സർട്ടിഫിക്കേഷന് പോകാൻ പറ്റുക. സോ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ISO 9000 രജിസ്റ്റർ ഇത് അപ്ലൈ ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. അതിൽ വരുന്ന ഫോളോയിങ് സ്റ്റേജസ് ആണ് ആപ്ലിക്കേഷൻ, പ്രീ അസസ്മെൻറ്റ്, ഡോക്യുമെൻറ്റ് റിവ്യൂ ആൻഡ് ആഡിക്വസി ഓഡിറ്റ്, കോംപ്ലയൻസ് ഓഡിറ്റ്, രജിസ്ട്രേഷൻ ആൻഡ് കണ്ടിന്യൂഡ് സർവൈലൻസ്. ഇതൊക്കെ രജിസ്ട്രേഷൻ പോയിൻറ്റ്സിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യം ISO സർട്ടിഫിക്കേഷൻ തരുന്ന ആ ഒരു ഇതില്ലേ, ലൈക്ക് വെബ്സൈറ്റോ എന്തെങ്കിലും രജിസ്ട്രേഷൻ അതിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ അത് അപ്ലൈ ചെയ്യണം. ദെൻ പ്രീ അസസ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റേജാണ്. അസസ് ചെയ്യുന്നതിന് മുമ്പേയുള്ള പ്രീ ആയിട്ടുള്ള അസസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ബിഫോർ ദ ആക്ച്വൽ അസസ്മെൻറ്റ് ദേ ആർ ഗോയിങ് ടു ഹാവ് എ റഫ് അസസ്മെൻറ്റ്. സോ ഈ ഒരു സ്റ്റേജിൽ ദ രജിസ്ട്രാർ മേക്സ് എ റഫ് അസസ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. തേർഡ് പോയിന്റിലാണ് ഡോക്യുമെൻറ്റ് റിവ്യൂവും ഓഡിറ്റും. അപ്പം ഈ രജിസ്ട്രാർ എന്ന് പറഞ്ഞ ആളാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സും മൊത്തം കാര്യങ്ങളും നോക്കുന്നത്. ഹി ക്യാൻ ബി എ പർട്ടിക്കുലർ പേഴ്സൺ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, രജിസ്ട്രാർ എന്ന് പറയുന്നത്. സോ ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ രജിസ്ട്രാർ എന്ന് പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് അതൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് രജിസ്ട്രാർ പറയുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് യു ഹാവ് കോംപ്ലയൻസ് ഓഡിറ്റ്. കോംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാർ എന്ത് ചെയ്യും, നമ്മൾ ആ സജഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിവ്യൂവിലൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഓക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഓഡിറ്റിംഗ് ചെയ്യുക. ഓഡിറ്റിംഗ് മീൻസ് കറക്റ്റായിട്ട് എല്ലാം അപ് ടു ടിൽ ഡേറ്റ് എല്ലാം കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ആൻഡ് ദെൻ ദ പോയിന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആണ് അവാർഡ് ചെയ്യുന്നത് ISO 9000 സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഓൾ ദ പ്രീവിയസ് ഫേസസ്. എല്ലാ ഫേസസും കറക്റ്റായിട്ട് ഓക്കെ ആണെങ്കിൽ ISO 9000 സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിനുശേഷം ഈ കണ്ടിന്യൂഡ് സർവൈലൻസ് എന്ന് പറയുന്നത് ഇതേ രജിസ്ട്രാർ ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾ തന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി സർവൈലൻസ് നടത്തും, ലൈക്ക് മോണിറ്ററിങ് ദ ഓർഗനൈസേഷൻ പീരിയോഡിക്കലി. കാരണം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു പിന്നെ അങ്ങ് കഴിഞ്ഞു എന്നല്ല, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ ഇതേ സെയിം ഇമ്പ്രൂവ്മെൻറ്റ് ഇതേ സെയിം പ്രൊസീജിയർ അവിടെ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അറ്റ് ദ സെയിം ടൈം ISO സർട്ടിഫിക്കറ്റ് കൊടുത്തത് തിരിച്ച്
റിവോക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും രജിസ്റ്ററിനുണ്ട്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനോ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ ISO സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അത് റിവോക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും രജിസ്റ്ററിനുണ്ട്. അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യാം. So everything depends upon the stages that has been followed and how well the organization performed during this registration process. Then what are the features of ISO 9001 and requirements? So അതിൽ വേണ്ടത് ഡോക്യുമെൻറ്റ് കൺട്രോളാണ്. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ദാറ്റ് ഷുഡ് ബി അണ്ടർ ഡോക്യുമെൻറ്റേഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രൂഫ് ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഗോസ് വിത്ത് മാനേജ്മെൻറ്റ്, ഓതറൈസേഷൻ, കൺട്രോൾ, അതൊക്കെ ഇതിൽ വരും. സോ ഇതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റും വേണം. സെക്കൻഡ് പോയിന്റ് യു ഹാവ് ഇസ് എ പ്ലാനിങ്. അതായത് കറക്റ്റ് പ്ലാനിങ് ചെയ്യണം, പ്ലാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്ലാനിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഒക്കെ മോണിറ്റർ ചെയ്യണം. ആ പ്ലാൻ അനുസരിച്ച് തന്നെ നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്യണം. സോ അതൊക്കെ മോണിറ്റർ ചെയ്യാൻ ഓരോ കമ്പനിയിലും ടീം ലീഡർ, പ്രോജക്റ്റ് മാനേജർ എന്നെല്ലാം പറഞ്ഞ് കുറേ ആൾക്കാർ കുറേ പൊസിഷൻസിൽ ഇരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ വർക്ക് ഓഫ് ദിയർ ഡ്യൂട്ടി. തേർഡ് ഈസ് റിവ്യൂ. Review is that the important documents on all phases must be independently checked and reviewed for correctness and effectiveness. അപ്പോൾ നമ്മളിപ്പോൾ റിക്വയർമെൻറ്റ് ഫേസ്, പ്ലാനിങ് ഫേസ്, ഡിസൈൻ ഫേസ്, ഡിപ്ലോയ്മെൻറ്റ് ഫേസ്, ഇങ്ങനെ കുറേ ഫേസസിൽ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ മസ്റ്റാണ്. സോ എല്ലാ ഫേസിലും ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ സ്പെസിഫിക്കേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യണം. And the last point is organizational aspect. അതായത് മാനേജ്മെൻ്റ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ISO സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് യു ഹാവ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ISO 9000 സർട്ടിഫിക്കേഷൻ. അപ്പം നമ്മൾ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയെന്ന് വെച്ചിട്ട് ആ പ്രോസസ്സ് ഹൈ ക്വാളിറ്റി ആവണം എന്നില്ല. ചില സമയത്ത് അത് സോഷ്യലി റിലവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു സിനാരിയോ കാരണം കൊണ്ടായിരിക്കണം ISO 9000 സർട്ടിഫിക്കറ്റ് കിട്ടിയത്. സോ ഒരു അപ്രോപ്രിയേറ്റ് പ്രോസസ്സ് ഡിഫൈൻ ചെയ്യാനൊരു ഗൈഡൻസ് ഇല്ല. സോ ISO സർട്ടിഫിക്കേഷൻ പറയുന്നത് അത് മോശവും അല്ല അത്ര നല്ലതുമല്ല. ലൈക്ക് നല്ലതാണ്. ആ ഒരു പ്രോസസ്സിൻ്റെ ആ ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു ISO സർട്ടിഫിക്കറ്റ് ഉള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വെൽ ആൻഡ് ഗുഡ് ആണ്. ബട്ട് അറ്റ് ദ സെയിം കേസ് അതിനൊരു പ്രോപ്പർ ഗൈഡ് ലൈൻ അങ്ങനെയൊന്നും ഇല്ല. ദെൻ യു ക്യാൻ സീ ദ പോയിന്റ്, ISO certification is not foolproof. No international accreditation agency. Then there can be variations in the norms of awarding certificate among different accreditation agencies. Then it does not automatically lead to continuous process improvement. So അങ്ങനെ കുറേ ഇതൊക്കെയാണ് അതിൽ വരുന്ന ഡിസഡ്വാൻറ്റേജ്. കാരണം അക്രഡിറ്റേഷൻ ഏജൻസിൻ്റെ അങ്ങനത്തെ അണ്ടറിൽ വരുന്നതല്ല. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ISO സർട്ടിഫിക്കറ്റ് വരുന്ന കുറേ ഏജൻസീസ് ഉണ്ട്. സോ അങ്ങനത്തെ കുറേ ഷോർട്ട് കമ്മിങ്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. And then you have the basic difference between the ISO standard and the capability maturity model, CMM. നമ്മളിപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി അതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് ആണ്. നിങ്ങൾ വായിച്ചാൽ തന്നെ മതി എങ്ങനെയാണ് അത് ഓരോ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്, എങ്ങനെയാണ് അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതൊക്കെ ജസ്റ്റ് യു ക്യാൻ റീഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ്. ആൻഡ് ഓൾസോ വാട്ട് അബൌട്ട് ദ ലെവൽസ് ആൻഡ് എങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ മെക്കാനിസംസ് ഒക്കെയാണ് ഈ ഡിഫറൻസിൽ പറയുന്നത്. സോ ഫോർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാംസിൽ എപ്പോഴും CMM ആണെങ്കിൽ ISO 9000 ചോദിക്കാറുണ്ട്. അവർ തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട്. സോ സ്റ്റഡി ഓൾ ദിസ്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.